ആദ്യത്തെ ദിവസം നോക്കുന്നത് വാർഡുകൾ തിയേറ്റർ ഭാഗങ്ങളായിരുന്നു. HOD റൂം പരിശോധിച്ചില്ല. അങ്ങനെയാണ് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് HOD റൂം പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പോയത്. ഞാൻ ഒരു സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് അല്ല. അപ്പം ഞാൻ ഒന്ന് രണ്ട് സാധനം എനിക്ക് കാണിച്ചു എന്ന് ടോണി എന്നോട് പറഞ്ഞു. അവിടെ ഒരു ഇതിലൊക്കെ എഴുതി വെച്ചിട്ടിരിക്കുന്നു. ടോണി പറഞ്ഞു അതാണ് എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറഞ്ഞു ഇതെനിക്കറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിക്കൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയുന്നവർ സംസാരിക്കണം അല്ലെ നോക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇന്നലെ ഒരു സർജൻ ടീമും ഇവരിൽ പലരും സർജൻസാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് രണ്ടാമത് ഇന്നലെ പരിശോധന നടത്തുന്നത്. നമുക്ക് ഓരോരുത്തർ പ്ലീസ്. ഓക്കെ വലിയ പെട്ടിയില്ലായിരുന്നു. ഒരു ചെറിയൊരു പെട്ടിയിലാണ് ഈ സോക്കോൾ ഈ ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. മറ്റേ ഒരു വലിയ പെട്ടി അവിടെ ഇല്ലായിരുന്നു. അതവിടെ കണ്ടു. അതാണ് പറഞ്ഞത്. നമുക്ക് അതിനെപ്പറ്റി അന്വേഷണം നടത്തണം. എല്ലാവരും ഇവിടെ സംസാരിക്കാം. അതിനെപ്പറ്റി അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടി അത് നോക്കിയാൽ ഒരു സെക്കൻഡ് മോനെ. അതിന് ശേഷം നമുക്ക് അത് നോക്കേണ്ടിയിരിക്കുന്നു. അതാണോ ഇതൊക്കെ നോക്കേണ്ടത്. അതാണ് പറഞ്ഞത്. നമുക്ക് കുറച്ച് ഒരു ബില്ലിൽ എഴുതി വന്നിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുള്ള എന്താണ് മോസിലോസ്കോപ്പ് എന്നാണ്. അത് 2-ാം തീയതി എന്നാണ്. 2-ാം തീയതി 2 ഓഗസ്റ്റ് 2-നാണ് അവിടെ എഴുതി ബില്ലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഒരു ക്ലിയർ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ വേറെ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ എനിക്കതറിയില്ല. അപ്പോൾ ഞാൻ എന്ത് എന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിന് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അതുണ്ട്. അതാ മോസിലോസ്കോപ്പ്. ഞാൻ അല്ല അന്ന് ഞാൻ രണ്ടാമത്തെ പരിശോധനയിൽ അന്ന് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അവിടെ ആ വാർഡില ആ റൂമിൽ പരിശോധിച്ചിട്ടില്ല. പുതിയ രണ്ടാമത്തെ പരിശോധന 2 തവണ. അത് സാറാണ് പോയത്. മാഡം, രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിഞ്ഞാന്നാണ് ഞാൻ പോകുന്നത്. മനസ്സിലാവുണ്ടല്ലോ. ആ മിനിഞ്ഞാന്ന് അവിടെ ഒരു ഉപകരണമുണ്ട്. അതിൻ്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഐഡൻറ്റിഫൈ ഉള്ള ബോധം എനിക്കില്ല. ഒരു പ്രിൻസിപ്പളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എല്ലാം അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് DM'യോട് പറഞ്ഞു. സാറേ, ഒരു സാധനം ഞാൻ കണ്ടു. അതിൻ്റെ വിശദമായിട്ട് ഒരു സർജൻ ടീമും ടെക്നിക്കൽ ടീമും അതുകൊണ്ടാണ് ഇന്നലെ പരിശോധിച്ചത്. ആദ്യം പരിശോധിച്ചപ്പോൾ ഒരു ചെറിയ ബോക്സ് ആണ് ഉണ്ടായിരുന്നത്. അതെ. ആ ചെറിയ ബോക്സിൽ മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബോക്സിന്റെ മുകളിലല്ല ഈ സാധനം. ഇതാണെന്ന് കരുതാം ഇൻസ്ട്രുമെന്റ്. അതിന്റെ താഴെ അല്ലേ ടോണി? അങ്ങനെയല്ലേ? ഒരു പേപ്പറിന്റെ താഴെ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയ. അപ്പൊ എനിക്കറിയില്ല. അതിന്റെ കൂടെ അപ്പൊ ബില്ല് ഉണ്ടായിരുന്നില്ല. ഇല്ല, ഈ ബില്ല് അവിടെ ഉണ്ടായിരുന്നു. ഇല്ല. രണ്ടാം പരിശോധനയിലാണ് വലിയ ബോക്സും ബില്ലും കണ്ടത്. അതെ. ഈ ബോക്സിൽ മോസിലോസ്കോപ്പ് ഉണ്ടായിരുന്നു. അത് തുറന്നു നോക്കി. അതിന്റെ ഉള്ളിൽ മോസിലോസ്കോപ്പ് ഇല്ല. അതിൽ കണ്ടത് വേറെ എന്താണ് അതിന്റെ പേര്? നെഫ്രോസ്കോപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ ഇന്നലത്തെ പരിശോധനയിൽ. രണ്ടാമത്തെ അല്ല, കറക്റ്റ് ചെയ്യണം. മൂന്നാമത്തെ പരിശോധന. കണ്ടതാണ്. അതെ അതെ അതെ. ആണ് ആണ്. അതെനിക്ക് അറിയുന്ന എങ്ങനെയാടോ? അതിലല്ലേ നമുക്ക് വിശദിക്കാം. CCTV നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി. ഒരു അടയാളമായി കാണുന്നു. അപ്പോൾ അതിനുവേണ്ടി വിശദമായിട്ട് പരിശോധന നടത്തേണ്ടിയിരിക്കും. അതിൻ്റെ CCTV ഒന്നുകൂടെ പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് ശ്രീജി വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു വിശദമായി പരിശോധിക്കാൻ കാര്യങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ അതിന് അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോകാനല്ല നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഇങ്ങനൊരു കൺഫ്യൂഷൻ അതെ എന്ന് ഞങ്ങൾ കാണുന്നതായിട്ട് തോന്നുന്നു. ആ CCTV അത് നോക്കണം.
അല്ല അത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് മാഡം. അപ്പൊ അത്രയധികം സുരക്ഷ മാത്രമേ മെഡിക്കലി പറഞ്ഞ അല്ല സുരക്ഷ, നമ്മൾ ഒരു HODയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റിനെ നിർത്താൻ പറ്റില്ല. പക്ഷേ അല്ല അതെ CCTVയിൽ അങ്ങനെ ഒരു സംശയമുണ്ട്, അത് പരിശോധിക്കാൻ വേണ്ടി കൊണ്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അതിന് പരിശോധിക്കേണ്ടതാണ്. പരിശോധിക്കേണ്ടതാണ്. ഒരു വ്യക്തി അല്ല അതറിയില്ല. ഒന്നാമത് CCTV കംപ്ലീറ്റ് ക്ലിയർ ആവണമെന്നില്ല. നീ മൊത്തം എടുക്കണം, ആ full ഇനി sequence എല്ലാം എടുക്കണം. എടുത്തു കഴിഞ്ഞ ശേഷം സാർ, നമ്മളൊരു അസ്വാഭാവികമായ ഒരു CCTV കിട്ടിയാൽ ആദ്യം നമ്മൾ നോക്കുന്നത് അതിന്റെ സമയവും ഇതൊക്കെ ഈ സമയമായിട്ട് നമ്മൾ നോക്കിയില്ല എന്നാണ്. അല്ല സമയമായിട്ട് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ വീണ്ടും ഇത് ഞാൻ ഇന്ന് പറഞ്ഞ മാതിരി കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അതിൻ്റെ ടൈമും കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ. ക്ലാരിറ്റി വന്നിട്ടില്ല. ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ ഹാരിസിനെ വീണ്ടും സംശയദൃഷ്ടി ഇല്ല 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 ആ ഈ ഒരു പ്രശ്നത്തിൽ വിളിക്കുന്നതിന് മുമ്പ് യു ഹാവ് ടു ക്ലാരിഫൈ ദ ഡേറ്റ് ആ. ടൈം അത് എന്താണ് എന്നുള്ളതടക്കം പറയണം. ആ. ഇനി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഫസ്റ്റ് റിപ്പോർട്ട് ഓൺ പോലീസ്. ആ അത് ചെയ്തിട്ടുണ്ടോ? ഇല്ല ചെയ്തിട്ടില്ല. അത് ഇന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ടില്ല, എൻക്വയറി കഴിഞ്ഞിട്ടില്ല. ഇത് ഇന്നലെയാണ് കണ്ടെത്തി. അത് ഇന്നലെ കണ്ടെത്തിയത്. കണ്ടെത്തി. ഇന്നിപ്പോ നമ്മൾ അപ്പോഴേക്കും details കൂടുതൽ നോക്കണം. അത് ഇന്ന് CCTV റിക്കവർ ചെയ്ത് ഇന്നലെ. ഇല്ല. അല്ല ആ സാധനങ്ങളൊക്കെ നോക്കാനിരിക്കുന്നേ ഉള്ളൂ. കാരണം ഇത്ര പെട്ടെന്ന് പലരും വിളിച്ചു, വളരെ ആംഗ്യൂഷ്. അപ്പോൾ അതിൽ പ്രശ്നങ്ങളില്ല എന്ന് പറയുക എന്നുള്ളതാണ് പ്രസ് മീറ്റിൽ ഉദ്ദേശിച്ചുള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതെങ്ങനെ മാഡത്തിന് ഇന്റർപ്രറ്റ് ചെയ്യാം? സൂപ്രണ്ടിന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾ അവിടെ കയറുന്നുണ്ടെങ്കിൽ അതെന്തോ അസ്വാഭാവികതയില്ല. അല്ല നമ്മളത് ക്ലാരിറ്റി വെച്ച് നോക്കണം. ഫുൾ വീഡിയോ നോക്കിയാലേ അറിയുള്ളൂ. ആ റൂമിനകത്ത് ഒരാളെ കയറുന്നതായിട്ട് റിപ്പോർട്ട് ആയിട്ടുണ്ട്. ആ റൂമിനകത്ത് ഇടയ്ക്ക് ഒരാളെ കയറുന്നതായിട്ട് റിപ്പോർട്ട് ആയിട്ടുണ്ട്. അതിന് ഫുൾ വീഡിയോ എടുത്ത് അത് കൃത്യമായി പരിശോധിച്ചാലേ കൃത്യമായി അറിയാൻ പറ്റുള്ളൂ. എനിക്കറിയാം. കയറിയെന്ന് പറയുമ്പോൾ താക്കോൽ ഉപയോഗിച്ച് തുറന്നാണോ കയറിയത്? അത് ആ വിഷയം കാണാൻ പറ്റുമല്ലോ. അല്ല അത് കാണില്ല, ഇത് അത് കാണുന്നില്ല. അല്ല അത് Break ചെയ്തതായിട്ട് കാണുന്നില്ല. കാണുന്നില്ല. അദ്ദേഹത്തിന്റെ KGMCT ഗ്രൂപ്പില് ഡോക്ടർ ഹാരിസിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ റൂമിന്റെ പുറകുവശം സ്ലൈഡിംഗ് ഗ്ലാസ് ആണ്. ഓക്കെ ആർക്ക് വേണമെങ്കിലും കയറാം. ആവാം. CCTV ഇല്ല, ആ. സുരക്ഷിതത്വം ഒന്നുമില്ല. അപ്പോൾ എന്ത് വിശ്വസിച്ചാണ് അവിടെ ഫയലുകളും ഈ വിലപിടിപ്പുള്ള ഉപകരണങ്ങളും ഇരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ച ആ. കുറിപ്പുണ്ട്. ആ. ഡോക്ടർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ. വളരെ തിരിച്ചുതരാം. ഓക്കെ, അപ്പോൾ ഹലോ, അങ്ങനെ ഒരു സാറേ. പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനം നിലനിൽക്കെ അങ്ങനെ ആ ആരെങ്കിലും SSBയുടെ ചുറ്റും CCTV ഉണ്ട്. അവിടെ ആര് കയറിയാലും കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഒരു 110ഓളം 103ഓളം CCTVകളുണ്ട്. ഇതെല്ലാം വെരിഫൈ ചെയ്താലേ അത് അറിയാൻ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത്രയും സമയം എടുക്കും. ഇത്രയും സമയത്ത് ഒരു ദിവസത്തെ ഫുൾ ഇരുന്ന് നോക്കണം. അത് അവർ ക്ലാരിഫൈ ചെയ്തോണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുക.